ഹലോ, വെൽക്കം ടു ഹാപ്പി എൻ ജി വ്ലോഗ്. റീസെൻ്റ്ലി നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു 9 days ട്രിപ്പ് ഫ്രോം UAE ടു തായ്ലൻഡ്. തായ്ലൻഡിലെ ബിഗ്ഗസ്റ്റ് ഐലൻഡായിട്ടുള്ള പൂക്കട്ടിലോട്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ഡേ എങ്ങനെ നമുക്ക് ബ്രില്യൻ്റായിട്ട് പ്ലാൻ ചെയ്യാം, അതാണ് നമ്മുടെ ഈ ഒരു വ്ലോഗിലൂടെ പറയുന്നത്. ഡേ 1 ഇൻ പൂക്കട്ട്. മോർണിംഗ് 9:30 ഫ്ലൈറ്റ് ഫ്രം ഷാർജ ടു പൂക്കട്ട്. നമ്മൾ ലോഞ്ചിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും ഇന്ത്യയിൽ നിന്ന് തായ്ലൻഡിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് റേറ്റിന് കിട്ടുക. അത് നമുക്ക് UAE നിന്ന് പോകുകയെന്ന് പറയുമ്പോൾ ഒരു 6.5 hour ട്രാവലിംഗ് ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മൾ ഏത് കൺട്രിയിൽ ട്രാവൽ ചെയ്താലും അവിടുത്തെ സീസണൽ ടൈം, അവിടുത്തെ ബെസ്റ്റ് സീസൺ ടൈം, വെക്കേഷൻ ടൈം വരുമ്പോഴത്തേക്കും ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ എല്ലാ ഹോട്ടൽ ഫെസിലിറ്റിയും റേറ്റ്സും എല്ലാം കൂടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിസംബറാണ്. അപ്പോൾ ബെസ്റ്റ് വെതർ ടു എക്സ്പ്ലോർ പൂക്കട്ട് തായ്ലൻഡാണ്. അവിടെ സമ്മർ സീസണാണ്, അപ്പോൾ മഴയൊന്നുമില്ല, നല്ല സീസണാണ്. ഓക്കെ, 9:30 UAE പുറപ്പെട്ട ഞങ്ങൾ പൂക്കട്ട് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ഇവിടുത്തെ 6:30 ഈവനിങ് ആയിരുന്നു. ഒരു 6.5 hour ട്രാവലേ ഉള്ളൂ, പക്ഷേ ടൈം സോൺ വ്യത്യാസമുണ്ട്. അപ്പം ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ തന്നെ ഈസിയാണ്. നമുക്ക് വിസ ഓൺ അറൈവലാണ്. ടിഡാക്ക് ഫോം, തായ്ലൻഡിൻ്റെ ടിഡാക്ക് ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി അത് ഫോം ഫിൽ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അത് മാത്രമേ അവർ ചോദിച്ചുള്ളൂ. വേറെ 10,000 ബാത്തൊക്കെ കയ്യിൽ കരുതണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമ്മൾ ചോദിച്ചില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ തന്നെയാണ് നമ്മൾ അവിടുത്തെ സിം എടുത്തു. ഞങ്ങൾ 2 സിം എടുത്തു. ഈ സിമ്മും ഉണ്ട്, അല്ലാത്ത സിം ഓപ്ഷനും ഉണ്ട്. അപ്പോൾ 800 ബാത്തായിരുന്നു 2 സിമ്മ് 8 ദിവസത്തേക്ക് ചാർജ് ആയത്. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മളൊരു ഗ്രാബ് ബുക്ക് ചെയ്തു. ഒരു വലിയൊരു മിനി വാനായിരുന്നു വന്നത്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ട്. നമ്മുടെ പത്തോങ്, നമ്മളവിടെയാണ് നമ്മൾ ഒരു കാരൻ ബീച്ചിൻ്റെ അടുത്താണ് നമ്മൾ നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്തത്, സീ ക്ലിഫ് റിസോർട്ട്. അപ്പം അവിടത്തേക്ക് ഒരു 1 hour ജേർണി ആയിരുന്നു. 1100 ബാത്ത് ആണ് നമുക്ക് ഈ ഒരു എയർപോർട്ട് ട്രാൻസ്ഫറിനായത്. നമ്മൾ വിളിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രാമം വന്നു. ഇതാണ് സീ ക്ലിഫ് റിസോർട്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, നല്ല റിസോർട്ടാണ് കേട്ടോ, നല്ല ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പിന്നീടാം. അതിനുശേഷം രാത്രി നമ്മൾ വന്ന് ലേറ്റായി, എന്തായാലും അവിടുന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ച് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ PV ഐലൻഡ് ടൂറിന് വേണ്ടി നമ്മൾ യാത്ര തിരിക്കും. ഒരു 7:30 ആയപ്പോഴത്തേക്കും നമുക്കത് റെഡി ആയിട്ട് ഇരിക്കണം. അപ്പോഴത്തേക്കും അവർ വരും. ക്രിസ്റ്റൽ ശ്രീ മരയൻ എന്ന് പറഞ്ഞ ഒരു ബുക്കിംഗ് കമ്പനിയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. അത് UAE നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. കാരണം നമ്മളന്ന് തലേദിവസം രാത്രിയിൽ എത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പാടായിരിക്കും. അതുകൊണ്ട് അഗോഡയിൽ നിന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. ഒരാൾക്ക് 200 dirhams വെച്ചിട്ടായിരുന്നു ഇവിടുത്തെ ആയത്. അപ്പോൾ ഏകദേശം ഒരു 800 dirhamsഉം. നതാലിയ ഓൾസോ 12 years ആയിട്ടുള്ള കുട്ടികളും അഡൾട്ടായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഡൾട്ടിൻ്റെ റേറ്റാണ്. ചിൽഡ്രന് വരുമ്പോഴത്തേക്കും ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. 800 dirhams പാക്കേജും പിന്നെ ഒരു 1400 ബാത്ത് ഒരു നാഷണൽ ടിക്കറ്റ് ഒരു പേയ്മെൻറ്റ്. അത് നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇവർക്ക് കൊടുക്കണം. നമുക്ക് ഇയാൾ തന്നെ, ഇവരുടെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് തന്നെ നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനൊക്കെ തരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 45 minute ബ്രേക്ക്. അതിനുശേഷം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും അറൈവായി. അങ്ങനെ നമ്മൾ അവരുടെ ബോട്ടിൻ്റെ സൈഡിലോട്ട് പോവുകയാണിപ്പോൾ. പൂക്കട്ടിൽ തന്നെ 33 ഐലൻഡ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഐലൻഡ് ടൂർസാണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. പല ഐലൻഡ്സ് ഉണ്ട്. PV ഐലൻഡ്സ്, അതുപോലെ ജെയിംസ് ബോണ്ട് ഐലൻഡ്, 4 ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൂർ പാക്കേജസ് ഉണ്ട്. PV ഐലൻഡാണ് അതിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐലൻഡായിട്ടാണ് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. ഈ പൂക്കട്ട് ടു ഫിഫി ഐലൻഡിലോട്ട് ഓൾമോസ്റ്റ് ഒരു 45 minutes നമ്മൾ സ്പീഡ് ബോട്ടിൽ ട്രാവൽ ചെയ്യണം. സ്പീഡ് ബോട്ടിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ്
ബോട്ടുണ്ട്, പിന്നെ പ്രീമിയം ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ബോട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു പാക്കേജ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. പാക്കേജ് എന്ന് പറയുമ്പം ഇതൊരു 7 to 8 hour ടൂറാണ്. നമ്മൾ അക്കോമഡേഷനിൽ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ടേഷനുണ്ട്, അതുപോലെ തിരിച്ചുകൊണ്ട് നമ്മുടെ അക്കോമഡേഷനിലാക്കുകയും ചെയ്യും. ഇൻ ബിറ്റ്വീൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. നമ്മൾ ചൂസ് ചെയ്ത് പ്രീമിയം പാക്കേജ് ആയിരുന്നു. അപ്പം ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ്, ബൊഫേ ലഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 45 മിനിറ്റ് എത്തിയപ്പോഴത്തേക്ക് ഒരു ഫിഫി ഐലൻഡ്സിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ നമുക്കൊരു സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് ടൂറിസ്റ്റ് ഗൈഡ് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷനൊക്കെ തരും ആദ്യമേ. Okay. Joshua, jump. Good job, Joshua. You know swimming. You are brave enough to do. Go. Hey, good job. സ്നോർക്കലിംഗ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ ലൈഫ് ജാക്കറ്റ്, ഇതൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ജോഷിന് ആദ്യം പേടിയാണെങ്കിലും പിന്നെ അവന് നന്നായിട്ട് ഇറങ്ങിയത് എൻജോയ് ചെയ്തു. കോറൽ റീഫ്സ്, അതുപോലെ ഫിഷസ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു പുള്ളിക്കാരൻ. നല്ല തണുപ്പുള്ള വാട്ടറാണ്. There you go, Joshua from Fifi Island. Swim with the fishes. There's no fish. Oh, there is. ഈ ഒരു സ്നോർക്കലിങ്ങിന് ഒരു 30 to 40 മിനിറ്റ് ആയിരുന്നു അലോ ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും എല്ലാവരും ബോട്ടിൽ കയറി അടുത്ത ഐലൻഡായ ബാംബു ഐലൻഡിലോട്ട് പോയി. ഈ ബാംബു ഐലൻഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐലൻഡാണ്. ഇവിടുത്തെ ബാംബു ട്രീസ് പണ്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഫിഷർമെൻസ് ഈ ബാംബൂസ് ഉപയോഗിച്ചായിരുന്നു ബോട്ട്സൊക്കെ റിപ്പയർ ചെയ്തിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ സാൻഡ് എന്ന് വെച്ചാൽ നല്ല വൈറ്റ് പൗഡറി സോഫ്റ്റ്. അതുപോലെ തന്നെ ബീച്ചസ് ആണെങ്കിലും നല്ല കാമാണ്. ഈ ഒരു ഐലൻഡിൽ അവർ 40 മിനിറ്റ്സാണ് നമുക്ക് സ്പെൻഡിങ് ടൈം പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്തിനകം നമുക്കവിടെ റിലാക്സ് ചെയ്യാം, അല്ലെന്നെങ്കിൽ സ്വിം ചെയ്യാം. അപ്പോൾ പിള്ളേർ ഇവിടെ സ്വിം ചെയ്ത സമയത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം തിരിച്ച് നമ്മളെ വന്ന് വിളിക്കും കേട്ടോ. നമ്മൾ വരാൻ ലേറ്റ് ആയാലും ഈ ടൂറിസ്റ്റ് ഗൈഡ് വന്നിട്ട് നമ്മളെല്ലാം തപ്പി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് സമയത്ത് അവർ ബോട്ടിലെത്തിക്കും. ഇതുപോലെ ഓരോ ബ്രേക്ക് കഴിയുമ്പോഴും ഇതിനകത്ത് അവർ സോഫ്റ്റ് ഡ്രിങ്ക്സ്, വാട്ടർ, ജ്യൂസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെയായിരുന്നു നമ്മുടെ ലഞ്ച് ടൈം, ഫിഫി ഡോൺ ഐലൻഡ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്. ഡെസേർട്ടോ? ഏത് ഡെസേർട്ട്?
ഇവിടെ നമുക്കൊരു 45 മിനിറ്റ്സ് അവർ ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിച്ച് പിന്നെ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തു. ഈ സ്വിമ്മിംഗ് പൂൾ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നദാലയാണെങ്കിലും ഇവിടെ സ്വിമ്മിംഗ് പൂളാണ് അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. അങ്ങനെ അവരത് മാക്സിമം എൻജോയ് ചെയ്തു. അവിടെ നമ്മൾ പോയത് മങ്കി ഐലൻഡിലോട്ടാണ്. അതായത് ഇവിടെ കുറേ മങ്കീസ് ഉണ്ട്. ഈ ഒരു ഐലൻഡ് നിറയെ ഫിൽഡ് വിത്ത് മങ്കീസ് എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് മങ്കീസിനെയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തു. അതങ്ങോട്ട് ചാടുന്നതും ഇങ്ങോട്ട് ചാടുന്നതും ഒക്കെ നമുക്ക് ഒന്ന് കുറച്ച് നേരം വാച്ച് ചെയ്യാം. Bird is gone. That is a lot of money. That's why right now we can just stop the boat around the game here. Or you take a photo only. Right now everyone can take some photo. This is a Viking cave on the bird nest. ഈ വൈക്കിംഗ് കേവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതൊരു കേവാണ്. പണ്ടത്തെ സെയിലേഴ്സൊക്കെ അവരുടെ ഒരു ഇടത്താവളമായിട്ട് കണ്ടിരുന്ന ഒരു കേവാണ്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസും പെയിൻറ്റിങ്സും ഒക്കെ എപ്പോഴും കാണാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ ഇതിനൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ബേർഡ് കണ്ടോ, സ്വിഫ്ലർ ബേർഡ് എന്നാണ് പേര്. ഈ ബേർഡ്സ് ഒരു സൈസ് നെസ്റ്റ് ഉണ്ടാക്കും. ആ ഒരു നെസ്റ്റ് എന്ന് വെച്ചാൽ സോ എക്സ്പെൻസീവാണ്. ഒരു പ്രീമിയം നെസ്റ്റിന് ഒരു 8 lakh ഒക്കെ വരും 1 കിലോയ്ക്ക്. അപ്പോൾ ആ നെസ്റ്റ് യൂസ് ചെയ്യുന്നത് ചൈനീസ് ക്യുസീൻസ് അതുപോലെ തന്നെ മെഡിസിനിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു റോയൽ ഡിഷസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവർ ആ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് സൂക്ഷിച്ചിരിക്കുവാണ് ആ ഒരു ഏരിയ. ഈ ആൻഡമാൻ സീയിലുള്ള ഈ ലൈംസ്റ്റോൺ ക്ലിഫ്സാണ് ഇതെല്ലാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 to 40 മില്യൺ ഇയേഴ്സ് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ലൈംസ്റ്റോൺ ക്ലിഫാണ്. നമ്മുടെ കടലിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ലൈംസ്റ്റോൺ പാറകളൊക്കെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം മുകളിലോട്ട് വരികയും പിന്നീട് കടൽ വെള്ളം കുറയുകയും എർത്ത് ഉയരുകയും ചെയ്തപ്പോഴത്തേക്ക് ഇതൊരു ഐലൻഡായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ കെട്ടിൽ തന്നെ 33 ഐലൻഡോളം ഉണ്ട്. അതിൻ്റെ ആ വാട്ടർ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസം. അത് ഓരോ ഏരിയയിൽ പോകുമ്പോഴും വാട്ടറിൻ്റെ കളർ മാറി മാറി വരും. ലൈക്ക് ചിലത് എമറോൾഡ് കളർ, ചിലത് ടർക്കോയിസ് കളർ, ചിലത് ബ്ലൂ കളറ്. ഭയങ്കര രസമുള്ള ഒരു ഫീലാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിട്ടൊന്നും തോന്നത്തൊന്നുമില്ല. അങ്ങനെ ഒരു ഏരിയയിൽ നമുക്ക് വീണ്ടും അവർ സ്വിമ്മിങ് ചെയ്യാനുള്ള ഒരു അവസരം തന്നു. ഇവിടെ സ്നോർക്കലിംഗ് ഇല്ല, സ്വിമ്മിങ് മാത്രമേ ഉള്ളൂ. അവർക്കറിയാം കോറൽ ഏരിയ വരുമ്പോൾ മാത്രമാണ്, കോറൽ റീഫ്സിൻ്റെ ഏരിയ വരുമ്പോഴാണ് അവർ നമുക്ക് സ്നോർക്കലിംഗ് എക്യുപ്മെൻ്റ് ഒക്കെ തരുന്നത്. ഇവിടെ വാട്ടറിൽ നല്ല എന്താ എൻജോയ് ചെയ്ത് സ്വിം ചെയ്യാം. ഇവിടെ ആയപ്പോഴത്തേക്കും നദാലിക്കും കോൺഫിഡൻ്റ് ആയി. അങ്ങനെ അവർ ഏകദേശം എനിക്കൊന്നൊരു 14 മിനിറ്റൊക്കെ എൻജോയ് ചെയ്തു. അടുത്ത ഐലൻഡായിരുന്നു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ, ദ ഫിഫിലെ ഐലൻഡിലുള്ള മായ ബേ. 2000 ലിയാനോ ഡികാപ്രിയോയുടെ ഒരു ദ ബീച്ച് എന്ന് പറഞ്ഞ ഒരു മൂവിയിലായിരുന്നു ഇത് റിവീൽ ചെയ്തത് ആദ്യമായിട്ട് മായ ബേ. അപ്പം അതിനുശേഷം കുറേ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ അങ്ങ് ഓവർ ക്രൗഡഡ് ആവുകയും ഇതിൻ്റെ ഒരു നാച്ചുറൽ ഒരു ഇക്കോസിസ്റ്റം തന്നെ ഡാമേജ് ആവുകയും ചെയ്തു. ഇവിടെ കുറേ കോറൽ റീഫ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഡാമേജായി. അങ്ങനെ ഇത് ടൂറിസ്റ്റിന് വേണ്ടി ക്ലോസ് ചെയ്തിട്ടിരുന്നു. ഒരു 4 years ക്ലോസ് ചെയ്തതിന് ശേഷം 2018 വീണ്ടും 18 ക്ലോസ് ചെയ്തു. അതിനുശേഷം 4 years ആഫ്റ്റർ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇപ്പോഴും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഒരു 350 ആൾക്കാർ മാത്രമേ അറ്റ് എ ടൈം ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ സ്വിമ്മിങ് ഒന്നും പറ്റത്തില്ല. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് വാസ് യു ക്യാൻ സീ ദ ഷാർക്സ്, സ്മോൾ ഷാർക്സിനെയൊക്കെ നമ്മൾ കണ്ടു.
നമ്മുടെ ഫിഫി ഐലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ടായിരുന്നു മായാബി. അപ്പോഴത്തേക്കും ഒരു 5:30 ഈവനിങ് ആയി. ഇതിന് ശേഷം നമ്മുടെ ആക്ച്വലി ഗൈഡ് നമ്മളെ അന്വേഷിച്ച് വന്നിരുന്നു. കാരണം ഇവർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. നമ്മൾ ബോട്ടിൽ ചെന്നു. വീണ്ടും ഒരു 45 മിനിറ്റ് ബോട്ടിലിരുന്നപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഫുക്കട്ടിലെത്തി. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിസോർട്ടിലെത്തി. പിന്നെ വീണ്ടും പിള്ളേർ പൂളിൽ തന്നെ ചാടി. അവർക്ക് പൂളിൽ ഇറങ്ങുന്നതായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിങ്. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബംഗ്ല മാർക്കറ്റിലോട്ട്, ഫുക്കട്ടിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്, സ്ട്രീറ്റ് മാർക്കറ്റാണ് ബംഗ്ല മാർക്കറ്റ്. അവിടെ ആക്ച്വലി കുട്ടികളെയും കൊണ്ട് പോകാനൊക്കെ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വി തോട്ട് ലൈക്ക് ഓക്കെ വി വിൽ ട്രൈ. ചെന്നപ്പോഴത്തേക്കും ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് യു ഹാവ് ടു എൻ്റർ ദറ്റ് സ്പോട്ട്, എന്നാലേ നമുക്ക് കൂടുതൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കുറേ സമയം നടന്നു. Scorpion. खाना खा लिया? बाबू Kana. अरे बाबू खाना खा लिया बाबू? Yes. खा लिया? ओके Kalia. आएगा हाँ ओके कल भी आएगा खाना बिरयानी से है How many? Okay, hello. I tell them my brother. Barbecue? Huh? What is this one? Pork. Pork. You like? Is that pork belly? Which part is that? It's pork belly. This is belly, and which part is this? It's pork rib. Wing. Okay. It's pork neck. Neck. Which one you like? Pork belly. Okay. Huh? Want pork belly? ഏത് വേണാച്ചാ? ഇത് പോർക്ക്. La verdad, la vela. ഇതാ. This is beef. It's beef. Beef. Okay. Beef. ഇത് crocodile. Yeah, I want crocodile. Crocodile. What you had? തായ്ലൻഡിൻ്റെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ബാർബിക്യൂസ്, ഇതെല്ലാം ലൈവായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരത് കുക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ തരും. അത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ അകത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു. ഗ്രാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിനകം അവർ വരും. 5 to maximum 10 minutes. ചില സമയത്ത് നമുക്ക് പ്രീമിയം ബുക്ക് ചെയ്യേണ്ടി വരും. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. കുറച്ച് റേറ്റ് കൂടുതലാവും. We hope this video was informative. Thanks for watching, and we will see you in the next video. Make sure you like and subscribe. See you.